ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ മൻസൂർ മുഹമ്മദ് ട്രിപ്പിൾ ട്രാവലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് മോയർ പോയിൻറ്റിലാണ്. കൊടൈക്കനാലിലെ തന്നെ ഫേമസ് ആയ മോയർ പോയിൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കൊടൈക്കനാൽ മനോഹരമായ വ്യൂ പോയിൻറ്റുകളാൽ അനുഗ്രഹീതമാണ്. അത് നിങ്ങളെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും. ഈ ഹിൽ സ്റ്റേഷൻ പ്രശസ്തമായ വ്യൂ പോയിൻറ്റുകളിലൊന്നാണ് മോയർ പോയിൻറ്റ്. ബെരിജാൻ തടാകത്തിലേക്കുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പോയിൻറ്റിന് സർ തോമസ് മോയറിൻ്റെ പേരാണ് ലഭിച്ചത്. 1929 എഞ്ചിനീയറായിരുന്ന സർ തോമസ് മോയർ ഗോഷൻ റോഡ്, 40 മൈൽ റോഡ് എന്നറിയപ്പെടുന്ന ഒരു റോഡ് നിർമ്മിക്കാൻ അടിത്തറ പാകിയ സ്ഥലമാണിതെന്ന് പറയപ്പെടുന്നു. മോയർ പോയിൻറ്റിൽ ഒരു സ്തംഭം കാണാം. ഇവിടെ പരിപാടിയുടെ ഓർമ്മയ്ക്കായും റോഡിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. താഴ്വരയുടെ അത്ഭുതകരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന മോയർ പോയിൻറ്റ് എല്ലായ്പ്പോഴും സഞ്ചാരികളുടെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് തന്നെ തുടരുകയാണ്. മോയർ പോയിൻറ്റ് കൊടിമുടികളുടെയും ചുറ്റുമുള്ള താഴ്വരകളുടെയും ആകർഷകമായ കാഴ്ച നൽകുന്നുണ്ട്. ഫോട്ടോഗ്രാഫർമാർക്ക് പറ്റിയ സ്ഥലമാണിത്. അതിൻ്റെ ശാന്തമായ ചുറ്റുപാട് എല്ലാ പ്രകൃതി സ്നേഹികളും സന്ദർശിക്കേണ്ട സ്ഥലമാക്കി മാറ്റുന്നു. ചിന്നൂർ, പെരിയോർ തുടങ്ങിയ ഗ്രാമങ്ങളും ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഇവിടെ ഒരു ചെറിയ പാർക്കുമുണ്ട്. ഇരിക്കാനും കാഴ്ച ആസ്വദിക്കാനും മാന്യമായ ഇടം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഏതാനും കടകളുമൊക്കെ നമുക്ക് കാണാം. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായിട്ടാണ് മോയർ പോയിൻ്റ് ഉള്ളത്. 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പില്ലർ റോക്കിന് വളരെ അടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പ്രശസ്തമായ സ്ഥലമായ ബെരിജാൻ തടാകത്തിലേക്കുള്ള വഴിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ വിനോദസഞ്ചാരികൾ സാധാരണയായി ഈ സ്ഥലങ്ങൾ ഒരുമിച്ചാണ് സന്ദർശിക്കുന്നത്. റോഡ് വഴി എളുപ്പത്തിൽ എത്തിച്ചേരാം. വിനോദസഞ്ചാരികൾക്ക് ഓട്ടോറിക്ഷയിലോ ക്യാബിലോ ഒക്കെ യാത്ര ചെയ്ത് നമുക്കിവിടെ എത്താം. മനോഹരമായ ബെരിജാം തടാകം വരെ നീളുന്ന കാടിൻ്റെ പ്രവേശന കവാടത്തിലാണ് മോയർ പോയിൻ്റ് ഉള്ളത്. കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട വ്യൂ പോയിൻറ്റുകളിലൊന്നാണിത്. 1929 ഗോഷൻ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ച സർ തോമസ് മോയറിൻ്റെ പേരിലാണ് ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത്. ഈ റോഡ് ഇവിടെ കൊടൈക്കനാൽ ബെരിജാം തടാകത്തിൽ ചേരുന്നു. ഈ സൈറ്റിൽ ഇതിനെ പരാമർശിക്കുന്ന ഒരു സ്മാരകം തന്നെയുണ്ട് ഇവിടെ. കൊടൈക്കനാലിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് മോയർ പോയിൻറ്റ്. ബെരിജാം തടാകത്തിൻ്റെ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്ന ആളുകൾ ഈ മനോഹരമായ വ്യൂ പോയിൻ്റ് കാണാതെ പോകാറില്ല. കൊടൈക്കനാലിൽ നിന്ന് അല്പം അകലെ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാരികൾക്ക് മോയർ പോയിൻറ്റിലേക്ക് എളുപ്പത്തിൽ റൂട്ട് മാറ്റിയെടുക്കാം. താഴ്വരയുടെ അത്ഭുതകരമായ കാഴ്ച പ്രദാനം ചെയ്യുന്ന മോയർ പോയിൻറ്റ് എല്ലായ്പ്പോഴും സഞ്ചാരികളുടെ ഒരു ഹോട്ട്സ്പോട്ടായിട്ട് തന്നെ തുടരുകയാണ്. ഗോഷൻ റോഡ് നിർമ്മിക്കുന്നതിനായി സർ തോമസ് മോയർ ആദ്യമായി പുല്ലുവെട്ടിയ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മോയർ പോയിൻറ്റിനെ 1929 വരെ 40 മൈൽ റോഡ് എന്ന് വിളിച്ചിരുന്നു. ചരിത്രപരമായതിനാൽ ഈ സ്ഥലവും പ്രാധാന്യമുള്ളതായി കണക്കാക്കപ്പെടുന്നു. ഫോറസ്റ്റ് ചെക്ക് പോയിൻറ്റിൽ അനധികൃത ആളുകളുടെ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. ഈ പോയിൻ്റ് കുന്നുകളുടെയും പ്രദേശത്തിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളുടെയും പക്ഷികളുടെ വ്യൂ പോയിൻ്റ് പ്രദാനം ചെയ്യുന്നു. ശാന്തവും സമാധാനപരവുമായ സ്ഥലമായതിനാൽ മോയർ പോയിൻ്റ് സന്ദർശകർക്ക് വിശ്രമിക്കാനും അനുയോജ്യമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് താല്പര്യമുള്ള സ്ഥലമായ ഈ ഒരു പ്രദേശം മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു. ഇതുകൂടാതെ പ്രശസ്തമായ കൊടൈക്കനാൽ ഗോൾഫ് ക്ലബിലും വിനോദസഞ്ചാരികൾക്ക് ഗോൾഫ് കളി ആസ്വദിക്കാനും നാമമാത്രമായ ഫീസ് അടച്ച് അംഗങ്ങളല്ലാത്തവർക്കും ക്ലബിൽ പ്രവേശനം അനുവദിക്കുന്നുണ്ട്. അടുത്തുള്ള തടാകങ്ങളായ ബെരിജാം തടാകം അല്ലെങ്കിൽ കൊടൈ തടാകം എന്നിവ സന്ദർശിക്കാം. സൂര്യാസ്തമയം കാഴ്ച ആസ്വദിക്കാനാണ് കൂടുതൽ ആൾക്കാരും ഇവിടെ വരുന്നത്. മോയർ പോയിൻറ്റിന് സമീപത്തുള്ള ഒരു പാർക്ക് അടുത്തിടെ നവീകരിച്ചിട്ടുണ്ട്. ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. ധാരാളം ആളുകളെ ആകർഷിക്കുന്നുണ്ട് ഇവിടെ.
സൂയിസൈഡ് പോയിൻ്റ് എന്ന് ഒരിക്കൽ അറിയപ്പെട്ടിരുന്ന ഗ്രീൻ വാലി വ്യൂ എന്ന പേര് ഒരു സഞ്ചാരികൾക്ക് നൽകാൻ കഴിയുന്ന സ്ഥലത്തിൻ്റെ പേരിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് സൂയിസൈഡ് പോയിൻ്റിലാണ്. അതായത് പഴയ സൂയിസൈഡ് പോയിൻ്റ്, ഇപ്പോഴത്തെ ഗ്രീൻ വാലി വ്യൂവിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഗ്രീൻ വാലി കൊടൈക്കനാലിൽ വിവിധയിനം സാധനങ്ങൾ മുതൽ ഷോപ്പിംഗ് ഇനങ്ങൾ വരെ ഉണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ റോഡ് മുതൽ സൂയിസൈഡ് പോയിൻ്റ് വ്യൂ വരെ ഒരു ഗോവണിയുണ്ട്. എല്ലാ സൈഡുകളിലും എല്ലാ തരം കടകളും കൊണ്ട് മൂടിയിരിക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചെടുക്കാം. കൊടൈക്കനാലിൽ വന്നു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്ഥലമാണിത്. കോടൈ തടാകത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രീൻ വാലി വ്യൂ കൊടൈക്കനാൽ പട്ടണത്തെയും അതിൻ്റെ സമീപ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രദേശത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന പച്ചപ്പ് നിറഞ്ഞ കുന്നുകളുടെയും താഴ്വരകളുടെയും സമതലങ്ങളുടെയും അതിമനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നുണ്ട്. പ്രകൃതി സ്നേഹിയായ ഒരു സഞ്ചാരി ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത സ്ഥലമാക്കി മാറ്റുന്ന വൈഗ അണക്കെട്ടിൻ്റെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നിന്നുള്ള ഏറ്റവും മികച്ച കാഴ്ചകളിലൊന്ന്. ഇവിടെ വരുമ്പോൾ അതിരാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് വരേണ്ടത്. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കോടമഞ്ഞുൾപ്പെടെ അതിശയകരമെന്ന് പറയട്ടെ. നമ്മൾ ഭാഗ്യവാനാണെങ്കിൽ മേഘങ്ങൾ നമ്മുടെ ഭൂപ്രകൃതിയെ നശിപ്പിച്ചില്ലെങ്കിൽ വൈഗ അണക്കെട്ടിൻ്റെ കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. കോടൈ തടാകത്തിൽ നിന്ന് ബ്രയാൻ പാർക്കിൽ നിന്നും 5 കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നയനമനോഹരമായ കാഴ്ചകൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായും ലഭിക്കും.